ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 3 o'clock ആയിട്ടുണ്ട്. 3 o'clock നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ്. ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. ഇന്ന് സ്കൂളിൽ പോവാതെ മക്കളെയൊക്കെ സ്കൂൾ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം സാറ്റർഡേ തിരിച്ചു വരാനുള്ളൊരു പ്ലാനാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ എത്തണം എന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഇടുക്കി കട്ടപ്പനയിലേക്കാണ്. നമ്മൾ നേരത്തെ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാഞ്ചേട്ടനൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഏട്ടൻ്റെ 2 ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. സാഞ്ചേട്ടൻ, ജീവൻ ചേട്ടൻ്റെ ഫാമിലിയുണ്ട്, മക്കളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി 3 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങിയെങ്കിലും നമ്മളൊരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഇടുക്കി ടച്ച് ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊരു ചായ, കോഫി, ബൂസ്റ്റ് ഒക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് ഞങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നല്ല മഴയാണ് കേട്ടോ. ഇതൊരു മഴ ട്രിപ്പാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഡെസ്റ്റിനേഷനിലെത്തി, ഒരു വെള്ളച്ചാട്ടം അവിടെ നിന്നിട്ട് കുറേ ചില്ലായി, റീലൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറിയിട്ടോ. അപ്പോൾ ഒന്ന് മഴയൊന്ന് തോർന്നു. അപ്പോൾ ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിട്ടോ. അങ്ങനെ നമ്മൾ പോയി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, മക്കൾക്കും കൊടുത്തു. അപ്പോൾ മക്കളൊന്നും ഓക്കെ ആയി കേട്ടോ. അത്ര നേരം വണ്ടിയിലൊക്കെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ചില്ലായി മക്കൾ. അപ്പോൾ അവിടെ ഇതുപോലൊരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിട്ടോ. അപ്പോൾ അവർ അതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഏലപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു ഡെസ്റ്റിനേഷനിലെത്തി. അത് അടിപൊളിയാണ് കേട്ടോ. ഒരു മലയുടെ മണ്ടയ്ക്കോട്ട് നമ്മളിങ്ങനെ കയറണം. പക്ഷേ ജീവൻ ചേട്ടൻ്റെ മോൻ അതിനൊന്നും സമ്മതിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ ചില്ലായിട്ട് നിൽക്കാൻ അവന് ഇഷ്ടമല്ല. അവന് റെയിൻകോട്ട്, നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം റെയിൻകോട്ടിലായിരുന്നു. ഇങ്ങനെ പൊടിയായിട്ട് വീണുകൊണ്ടിരിക്കുക. ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും, അങ്ങനെയായിരുന്നു. അപ്പോൾ അവന് റെയിൻകോട്ട് ഇടണ്ടെന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ അവന്. അപ്പോൾ സമാധാനിപ്പിച്ച് നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്. അവിടെ എനിക്ക് തോന്നുന്നൊരു ഹാഫ് ആൻ അവറൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു. എന്നുവെച്ചാൽ മോനിങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ക്ലൈമറ്റ് മോശം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെയാണ്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം അവന് റെയിൻകോട്ട് പോലും ഇടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങിയേക്കാം. ഇത് മലമുഴക്കിയുടെ ഒരു സ്റ്റാച്ചു ആണ്. ഒരു സ്കൾപ്ചർ മോഡലാണ്. അപ്പോൾ അതിനകത്തൂടെ നമുക്കിങ്ങനെ കയറി മുകളിൽ പോയി നിൽക്കാം. അടിപൊളി ഒരു തോട്ട് വെച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഈ മലയുടെ മണ്ടയ്ക്കാണ്. പിന്നെ എൻ്റെ താഴെ ഒരു പാർക്കൊക്കെ ഉണ്ട്. പക്ഷേ പാർക്ക് മഴയായതുകൊണ്ട് മക്കളൊന്നും അങ്ങോട്ട് വിട്ടില്ല. നമ്മൾ നല്ല ചെളിയൊക്കെ ആയിട്ട് കിടന്നുകൊണ്ട് നമ്മളങ്ങനെ സ്റ്റാച്ചുവിൻ്റെ മണ്ടയ്ക്കോട്ട് കയറി പോവുകയാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു താമരക്കുളമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ താഴെ ഇറങ്ങി വന്നതിന് ശേഷമാണ് താമരക്കുളം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നോക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ, ദൂരെയൊക്കെ കാറ്റാടിപ്പാടങ്ങൾ. അപ്പോൾ അത് സാഞ്ചേട്ടൻ പറഞ്ഞത് അതവിടെ തമിഴ്നാടിൻ്റെ ആ ഒരു സൈഡാണെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയൊക്കെ വെട്ടിയത് ഞാൻ നോക്കുവാണ്. നല്ല കോലാപ്പി ആയിട്ടുണ്ട്. പക്ഷേ സങ്കടമില്ല, പെട്ടെന്ന് വളരുമല്ലോ. പിന്നെ ആദ്യം ദൈവമൊക്കെ ഒരു താമരയാണോ ആമ്പലാണോ എന്ന് എനിക്കറിയില്ല. നോക്കിക്കൊണ്ട് നിൽക്കണം. നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഈ ഒരു സ്ഥലം. രസമുണ്ടാകും. മഴയത്ത് പോയതുകൊണ്ട് നല്ലൊരു വൈബ് കിട്ടി. പിന്നെ മക്കളുടെ കുറച്ച് റീലൊക്കെ എടുത്തു. അവരൊപ്പോഴാണ് അവർ ഓക്കെ ആയത് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അവിടെ നമ്മള് പോന്നെ, അവിടെയാണ് നമ്മൾ പോകുന്നത്. വണ്ടി കൊടുത്തിട്ട് അവിടെ വരെ നമ്മൾ നടന്നു കയറും. ഒരു ചെവിട് വരെ പോകും. അപ്പം നമ്മൾ പോകുന്നത് ജീവൻ ചേട്ടൻ നേരത്തെ വർക്ക് ചെയ്തിട്ടിരുന്ന ഒരു ഏലക്ക റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് പിന്നെ ഒരു പട്ടിഷയൊക്കെ കാണിച്ചു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത്. നേരത്തെ നമ്മൾ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ജീവൻ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യായിരുന്നു കേട്ടോ. ഓക്കെ, നല്ലൊരു ഭയങ്കര നൊസ്റ്റാൾജിയ ഒക്കെ കൂടിച്ചേർന്നൊരു ഫീലാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നൊരു വീട് പോലെയാണ്. കുറേയധികം റൂംസൊക്കെ ആയിട്ട് നല്ലൊരു റിസോർട്ടിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ റിസപ്ഷൻ. ഇത് മണ്ടയ്ക്കാണ്. ഇതിൻ്റെയും മണ്ടയ്ക്ക് നമ്മൾ ട്രക്കിങ്ങിന് പോവും കേട്ടോ. അപ്പോൾ നമ്മളവിടെ വന്നതിന് ശേഷം
നമ്മൾ ഉച്ചയായി കേട്ടോ നമ്മളിവിടെ എത്തിയപ്പം. പിന്നെ നമ്മൾ ഹോട്ടൽ ഹിൽ പാലസിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അവിടെ നിന്നാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചത് കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ നിന്നിട്ടും സൂപ്പറാണ്. നമ്മൾ വന്ന സമയത്ത് ഭയങ്കര കോടയായിരുന്നു, ഒന്നും കാണാൻ വയ്യായിരുന്നു. ഇപ്പോൾ കുറച്ച് മഴ പെയ്ത് കോടയൊക്കെ നീങ്ങിയപ്പം നമ്മൾ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു ആ ഒരു ഹോട്ടൽ ഹിൽ പാലസിലേക്ക്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോവാണ്. നമ്മൾ നമ്മുടെ ഏലക്ക റിട്രീറ്റ് അതിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഏലക്ക റിട്രീറ്റ് എന്ന് ഞാൻ പറയുന്നെങ്കിലും ഈ റിസോർട്ടിന് ചുറ്റും ഏലക്ക ഗാർഡനാണ്. ഫുള്ള് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഫുൾ ഏലക്കയാണ്. ഏലക്കയുടെ ചെടികൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഡാം കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഡാം ദൂരെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിയിട്ട് നമുക്ക് വലിയ ഭംഗിയായിട്ട് ഇവിടെ ഒരു ടവറൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്നും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ജീവൻ ചേട്ടൻ വേറൊരു ഐഡിയ പറഞ്ഞു തന്നു. നമ്മൾ മഹേഷിൻ്റെ പ്രതികാരത്തിൽ അവർ ലാസ്റ്റത്തെ ഒരു ഫൈറ്റ് നടക്കുന്നൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെ നിന്നാലും നമുക്ക് ഡാമിൻ്റെ അടിപൊളി ഒരു വ്യൂ കിട്ടും, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഡാം എന്ത് രസമാണ്. ഷോ കാണുമ്പോൾ തന്നെ പേടിയോ. അത് കുറവൻ മലയുടെയും കുറത്തിമലയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഡാമാണ് നമ്മുടെ ഇടുക്കി ഡാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ആ ഒരു ഗ്രൗണ്ടിലേക്ക് പോയി കേട്ടോ. ഗ്രൗണ്ടിലേക്ക് പോയ വീഡിയോസൊന്നും കിട്ടിയില്ല, പക്ഷേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ ആഡ് ചെയ്യാമേ. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ഏലക്ക റിട്രീറ്റിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മുടെ ട്രക്കിങ്ങിന് പോകുന്ന പറയുന്നത്, ട്രക്കിങ്ങിന് പോയി നമ്മൾ മലയുടെ മണ്ടയ്ക്ക് പോയിട്ട് കുറേയധികം ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളൊരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് അവിടെ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് നമ്മളവിടെ ചില്ലായിട്ടിരുന്നു കേട്ടോ. അവിടെ ഇരുന്നിട്ട് കുറേയധികം അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ താഴത്തെ റിസപ്ഷനിൽ ആ ഒരു പയ്യൻ കൊണ്ടുവന്ന് നമുക്ക് ഫുഡൊക്കെ തന്നു കേട്ടോ. അപ്പം എന്നിട്ട് അപ്പോൾ അന്ന് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് വെളുപ്പിന് അവിടെ നിന്ന് തിരിക്കേണ്ടി വന്നു. ബിക്കോസ് ഒരു മരണം ഉണ്ടായിരുന്നു. സാഞ്ചേൻ്റെ അപ്പൂപ്പൻ മരിച്ചായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്നിട്ട് പിന്നെ പിറ്റേ ദിവസം നമുക്ക് വാഗമണ്ണൊക്കെ പോകാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മരണം കാരണം നമ്മൾ പിന്നെ തിരിച്ചു കേട്ടോ. തിരിച്ച് നമ്മൾ വന്നിട്ട് ഒരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് നമ്മൾ തേയില റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. തേയില റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതിയാവും. ഭയങ്കര രസമാണ്. ഞാനും കൊച്ചുമോളും ഒക്കെ ആയിട്ട് വന്നപ്പോഴാണ് തോന്നുന്നു അവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചതും. അടിപൊളിയാണ് കേട്ടോ, നല്ല വൈബാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോഴും കൊടും മഴയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു ഈ മഴ എന്താ നമ്മുടെ കൂടെ തന്നെ വരുവാണോ എന്ന്. നാട്ടിൽ വന്നപ്പോൾ നാട്ടിലും മഴ, എന്തൊരു മഴയായിരുന്നറിയാം. നമുക്ക് എവിടെയും നിൽക്കാനുള്ളൊരു ഒരു ഇതും കിട്ടിയില്ല. കാരണം വെച്ചാൽ അത്രയും മഴ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 11:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ നാട്ടിൽ എത്തി. അങ്ങനെ സാഞ്ചേട്ടനെയും ജീവൻ ചേട്ടനെയൊക്കെ ഇറക്കി നമ്മളും വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിൽ വന്നിട്ട് നമുക്ക് ഈ വണ്ടി കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ 2 വീലറിൽ പോവാം, ഏട്ടൻ ഈ വണ്ടി ഓടിച്ചിട്ട് പോയിട്ട് വണ്ടി കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടും തിരിച്ചു വരാമെന്നുള്ളൊരു പ്ലാൻ. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, 11:30 ആയുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് മാഗി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് മാഗി ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ സമാധാനത്തോടെ വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടെത്താനായപ്പോഴും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇച്ചിരി ഭേദമായിട്ടുണ്ട്, ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊരു മഴയാണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. ഇനിയിപ്പം മാഗി ഉണ്ടാക്കണം. ഏട്ടനൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു, ഏട്ടൻ്റെ 2-3 ബുക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.